എന്തൊക്കെയായിരുന്നു മലപ്പുറം കത്തി, അമ്പും വില്ലും, ആചാര സംരക്ഷണം, പോലീസല്ല പട്ടാളം വന്നു കഴിഞ്ഞാലും താൻ അനങ്ങൂല. അതിൻ്റെ കാരണം ആചാര സംരക്ഷണം, മന്ത്രിമാരെയൊക്കെ ആട്ടിയോടിക്കും, ആചാര സംരക്ഷണം, സ്ത്രീകളെ പ്രവേശിപ്പിക്കാൻ അനുവദിക്കൂല, ആചാര സംരക്ഷണം, ആചാരത്തിന് കളങ്കം വരുത്തുന്ന ഒരു പ്രവർത്തനത്തിനും ശബരിമലയെ അനുവദിക്കില്ല എന്ന് പറഞ്ഞ സുരേന്ദ്ര ശബരിമലക്ക് പോകുന്ന വഴിയിൽ വെച്ച് ലഹരി ഉപയോഗിക്കുന്ന താങ്കളുടെ മഹത്തായ ആ ദൃശ്യം പുറത്തു വന്നിരിക്കുന്നു, കാണാം. സംഘപരിവാറിന്റെ വിപ്ലവ സിംഹമേ, എന്തു പറയുന്നു? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ലഹരിയൊക്കെ നല്ല രീതിയിൽ രസിച്ചു കാണുമല്ലോ അല്ലേ? ശബരിമലയാണ് സുഹൃത്തേ. ഒരുപാട് വിശ്വാസികൾ വ്രതമെടുത്ത് അയ്യപ്പനെ കാണാൻ വേണ്ടിയിട്ട് ഒരാഗ്രഹം മനസ്സിൽ വെച്ച് കഷ്ടപ്പെട്ട് വരുന്ന സ്ഥലമാണ് സുഹൃത്തേ. ആചാരലംഘനം നടത്തി വിശ്വാസികളോട് ഈ വഞ്ചന പാടില്ലായിരുന്നു സുരേന്ദ്ര, ഒരിക്കലും പാടില്ലായിരുന്നു. മനസ്സ് തട്ടിക്കൊണ്ടാണ് പറയുന്നത്. ഒരുപാട് പേരുണ്ട് അവിടെ. നിങ്ങളുടെ വാക്കുകേട്ട് കലാപത്തിലോട്ട് കടന്നുപോയവർ, നിങ്ങളുടെ വാക്കുകേട്ടത് കൊണ്ട് മാത്രം പോലീസിന്റെ ലാത്തിക്കിരയാക്കപ്പെട്ടവർ, അവരോടൊക്കെ എന്ത് മറുപടി പറയും സുരേന്ദ്ര? പാടില്ലായിരുന്നു സുരേന്ദ്ര. ഇത് കൊടും ചതി തന്നെയാണ്. വിശ്വാസ സമൂഹത്തോട് ചെയ്ത കൊടും ചതി എന്നല്ലാതെ ഇതിനെ മറ്റൊരു വാക്കുമില്ല വിശേഷിപ്പിക്കാൻ. ലഹരി ഉപയോഗിക്കുന്നത് ആചാര ലംഘനമാണ് എന്ന് ഞങ്ങൾ പറഞ്ഞു തരേണ്ടതുണ്ടോ സുരേന്ദ്ര നിങ്ങൾക്ക്? ആരും കാണാതെ ചെയ്ത ആ ചെയ്തി ഇന്ന് പരസ്യമാക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളോടുള്ള ആരുടെയൊക്കെയോ വിയോജിപ്പ് തന്നെയാണ്. അത് ചിലപ്പോൾ ദൈവത്തിൻ്റെതായിരിക്കാം. വെറുതെ വിടാൻ തീരുമാനമില്ലായിരിക്കാം അദ്ദേഹത്തിന്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.